നമസ്കാരം. ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ പുതിയതും വേറിട്ടതുമായ ഒരു അധ്യായമാണ് ദിസനായകയുടെ വിജയം എഴുതി ചേർക്കുന്നത്. രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ ഒന്നും അവകാശപ്പെടാനില്ലാത്ത തലസ്ഥാനമായ കൊളംബോയ്ക്ക് പുറത്തുനിന്നുള്ള സാധാരണക്കാരനായ ആദ്യ പ്രസിഡന്റാണ് ദിസനായകെ. കടുത്ത സാമ്പത്തിക തകർച്ചയും ജനകീയ പ്രക്ഷോഭവും മൂലം പ്രസിഡന്റായ ഗോതബയ രാജപക്ഷെ അധികാരം വിട്ടൊഴിഞ്ഞ് രാജ്യത്ത് നിന്നും പലായനം ചെയ്യുകയും റെനിൽ വിക്രമസിംഗയെ പാർലമെന്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്ത ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ഫലം ശ്രീലങ്കൻ ജനത ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ശ്രീലങ്കയുടെ 9ാം പ്രസിഡന്റായാണ് ഇടതുപക്ഷ നേതാവ് അനുര കുമാര ദിസനായകെ തിരഞ്ഞെടുത്തു. 55കാരനായ ഇദ്ദേഹം നാഷണൽ പീപ്പിൾസ് പവർ അതായത് NPP നേതാവാണ്. നിലവിൽ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗ, പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസ തുടങ്ങിയവരെയാണ് ഇദ്ദേഹം പിന്നിലാക്കിയത്. ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി നടന്ന 2ാം റൗണ്ട് വോട്ടെടുപ്പിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുര കുമാര ദിസനായകയെ വിജയിയായി പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ നേതാവായിരുന്ന സജിത് പ്രേമദാസ 2ാം സ്ഥാനത്തെത്തി. റെനിൽ വിക്രമസിംഗ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. 17% വോട്ടുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. അനുര കുമാരയ്ക്ക് 42% വോട്ടുകൾ ലഭിച്ചപ്പോൾ സജിത് പ്രേമദാസയ്ക്ക് 33% വോട്ടുകളാണ് നേടാനായത്. മുൻ പ്രസിഡന്റ് മഹിന്ദ്ര രാജപക്ഷയുടെ മൂത്ത മകനും നിലവിൽ പാർലമെന്റ് അംഗവുമായ നമൽ രാജപക്ഷയ്ക്ക് 2.5% വോട്ടുകളെ ലഭിച്ചിട്ടുള്ളൂ. മാർക്സിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന JVPയും NPPയും ദിസനായകയും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പ്രമുഖമാണ്. അഴിമതിക്കെതിരായ ശക്തമായ നടപടികൾ. ശ്രീലങ്ക കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നേരിടുന്ന സാമ്പത്തിക തകർച്ചയുടെയും പ്രതിസന്ധിയുടെയും പ്രധാന കാരണങ്ങളിലൊന്ന് ഭരണതലത്തിലെ അഴിമതിയായിരുന്നു. രാജപക്ഷയടക്കം രാഷ്ട്രീയ കുടുംബങ്ങളുടെ അഴിമതി തുറന്നുകാട്ടുവാനും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും ദിസനായക ഭരണകൂടത്തിന് കഴിയുമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ശ്രീലങ്കൻ രാഷ്ട്രീയത്തിലെ മത വംശീയ വിദ്വേഷത്തിന് അറുതി വരുത്തി രാഷ്ട്രീയത്തെ മതനിരപേക്ഷത ജനാധിപത്യ പാതയിലേക്ക് നയിക്കുമെന്നും NPP വാഗ്ദാനം ചെയ്യുന്നു. ശ്രീലങ്കയുടെ സാമ്പത്തിക തിരിച്ചുവരവിനും പുരോഗതിക്കും ഈ ലക്ഷ്യ സാക്ഷാത്കാരം നിർണായകമാകും. മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യവും സമാധാന അന്തരീക്ഷവും ദ്വീപ് രാഷ്ട്രീയത്തിന്റെ വിദേശ നാണ്യ വരുമാനത്തിന്റെ മുഖ്യ സ്രോതസ്സായ വിനോദസഞ്ചാര വ്യവസായത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അനിവാര്യമാണ്. ഇന്ത്യയുടെ അയൽ രാജ്യത്തെ ജനങ്ങൾ തികച്ചും സ്വതന്ത്രമായ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പാത തിരഞ്ഞെടുക്കുക എന്നത് ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും സാമ്പത്തിക നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഈ രാജ്യത്തെ ജനങ്ങളിൽ രാഷ്ട്രീയ ശക്തികളിലും വലിയ പ്രതീക്ഷയും ആവേശവുമാണ് നൽകുന്നത്. പുതിയ പാതയിൽ ശ്രീലങ്കൻ ജനതയ്ക്ക് വിജയം ആശംസിക്കുന്നു.